സർവകലാശാലകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഞ്ചുകളാക്കാനുള്ള നീക്കമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. UGC ചട്ടങ്ങൾ അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സെന്റർ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി മുരളീധരൻ. സർവകലാശാലകൾ നിയന്ത്രിക്കുന്നവർ തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവർ ഭരിച്ചാൽ മതിയെന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കേരള സർവകലാശാല രജിസ്ട്രാർ CPM അടിമയായി പ്രവർത്തിക്കുകയാണ്. സർവകലാശാലകൾ CPM ബ്രാഞ്ചുകളാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇന്ന് ആ സർവകലാശാലയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഞങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് വൈസ് ചാൻസലർ പണിയെടുത്താൽ മതി എന്ന് പറയുന്ന ആളുകൾ. അതുകൊണ്ട് ഗുണ്ടായുസത്തിലൂടെ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള നീക്കം, ആ നീക്കമാണ് CPM സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം വിവാദമാക്കുന്നത് വിദ്യാഭ്യാസമില്ലായ്മ കൊണ്ടാണ്. ഗുണ്ടായുസത്തിലൂടെ സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ഉന്നം തെറ്റിയ വിദ്യാഭ്യാസം നേർവഴി കാട്ടാൻ NEP 2020 എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. സിൻഡിക്കേറ്റ് അംഗം AK അനുരാജ്, മുൻ രജിസ്ട്രാർ ഡോക്ടർ EK സതീഷ് എന്നിവർ വിഷയാവതരണം നടത്തി. CUEC ജനറൽ സെക്രട്ടറി അനിൽകുമാർ CS സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ CUEC അധ്യക്ഷൻ ജയപ്രകാശ് TK അധ്യക്ഷത വഹിച്ചു. പുതിയ അക്കാദമിക് കൗൺസിൽ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ജിനു ജോസഫ്, K ചാരു തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കോഴിക്കോട്.